ജെനിയുമായി കത്തിരിക്കുന്ന സമയത്താണ് ഫോണിൽ ആരോ കോൾ വെയിറ്റിംഗ് ഉള്ളതുപോലെ ഹരിക്ക് തോന്നിയത്. മെല്ലെ നോക്കിയപ്പോൾ കണ്ടു ശ്രീധ്രുവ് മാധവ്. വേഗം ജെനിയുടെ കോൾ കട്ട് ചെയ്ത് ധ്രുവിൻ്റെ കോൾ എടുത്തു. ഹരി, കുറച്ച് സംസാരിക്കാനുണ്ട്. നാളെ 10 മണിക്ക് ലാൽ ബാഗിൽ കാണാം. ഓക്കെ സാർ. അത് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഹരിയുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. ജെനിയുടെ നമ്പറിൽ എവറിത്തിങ് ഓക്കെ എന്ന് മെസ്സേജ് ഇട്ട് ഉറങ്ങാൻ കിടന്നു. നാളെയാവാൻ. പർപ്പിൾ കളറിൽ വിരിഞ്ഞു നിൽക്കുന്ന ഡാലിയ പൂക്കളുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഹരി. കൃത്യം 10 മണി ആയതും കണ്ടു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ധ്രുവിനെ. ഗുഡ് മോർണിംഗ് സാർ. ചെറു ചിരിയോടെ തന്നെ ഹരി ധ്രുവിനെ സ്വാഗതം ചെയ്തു. ഗുഡ് മോർണിംഗ് ഹരി. ഡാൻസിൻ്റെ പോക്കറ്റിലേക്ക് അലക്ഷ്യമായി നീങ്ങിയ ധ്രുവിൻ്റെ ഇരുകൈകൾ മനസ്സിലാക്കി കൊടുത്തിരുന്നു ഹരിക്ക് അയാൾ ആകെ പിരിമുറുക്കത്തിലാണെന്ന്. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്കിത്തിരി നടക്കാം. ഓഫ് കോഴ്സ്. പൂക്കളുടെ ഇടയിലൂടെ അവർ പതിയെ മുന്നോട്ട് നടന്നു. ഹരി കല്യാണം അന്വേഷിക്കുന്നുണ്ടോ? കുറേ നാളെ അമ്മ പറയാൻ തുടങ്ങിയിട്ട്. ആരെയെങ്കിലും, ഐ മീൻ നമ്മുടെ ഓഫീസിലെ. ഹരി ഒന്ന് ചിരിച്ചു. പാർവൺ എനിക്ക് ഇപ്പോൾ ഒരു അനിയത്തിയാണ് സാർ. ഞെട്ടലോടെ ധ്രുവ് ഹരിയെ നോക്കി. അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. സാറിന് എന്നോട് വേറെ എന്താ പറയാനുള്ളത്? കുറച്ചു ദൂരം പിന്നിട്ടിട്ടും ധ്രുവ് വീണ്ടും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് ഹരി കയറി ചോദിച്ചു. യെസ്, പറയാം. അതിനു മുമ്പ് ഞാനൊരു കഥ പറയട്ടെ തന്നോട്? ഒരു പ്രണയത്തിൻ്റെ കഥ. ഷുവർ സാർ. സാറിന് പറയാനുള്ളത് എന്ത് തന്നെയായാലും അത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഹരിയെ ഒന്ന് നോക്കി ചിരിച്ച് ധ്രുവ് പതുക്കെ മണ്ണിലേക്ക് നടന്നു. പതിയെ പുറകെ ഹരിയും ശ്രീയും അവൻ്റെ മാത്രം വീണയും. എന്നാ അറിയില്ല ആദ്യമായി കണ്ടത്. അച്ഛൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മകൾ. വലിയ തറവാട്ടിലെ ഏക പെൺതരി. ഒട്ടും തന്നെ അതിൻ്റെ അഹംഭാവം അവൾക്കില്ലായിരുന്നു. ശ്രീയേട്ട എന്നും വിളിച്ച് പുറകെ നടന്ന പെണ്ണ്. എന്നെ കാണുമ്പോൾ മാത്രം ഇടരുന്ന അവളുടെ കണ്ണുകൾ എൻ്റെ മനസ്സിലെന്നോ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ജോർദാനിലായിരുന്നു അച്ഛൻ്റെ ബിസിനസ് മുഴുവൻ. ഇടയ്ക്ക് അവിടെ നിന്ന് നാട്ടിൽ വരുമ്പോൾ കൂട്ടുകാരനെ കാണാൻ ഒരു വരവുണ്ട്. കൂടെ ഞാനും എൻ്റെ പെണ്ണിനെ കാണാൻ. എൻ്റെ പുറകെ ചുറ്റിപ്പറ്റി നടക്കുന്ന അവളെ കണ്ട് അമ്മമാർ കളിയായി പറഞ്ഞിരുന്നു, ശ്രീകുട്ടൻ വലുതാവുമ്പോൾ വീണമോളെ അങ്ങ് കെട്ടിക്കോട്ടെ എന്ന്. അപ്പോൾ ദേഷ്യം അവിടെ നിന്ന് ഓടിപ്പോവുമെങ്കിലും അന്ന് മുതലേ എൻ്റെ പെണ്ണായി കണ്ടത് അവളെയായിരുന്നു. പിന്നെ പരീക്ഷ ചൂടിൽ കാണുന്ന ഇടവേള കുറഞ്ഞെങ്കിലും ഉള്ളിലെ അവളോടുള്ള പ്രണയം കൂടി വന്നു. ഒരിക്കൽ കേട്ടു അവളുടെ അമ്മ മരിച്ചെന്ന്, അച്ഛൻ ആത്മഹത്യ ചെയ്തെന്ന്. കൂട്ടുകാരൻ്റെ വിയോഗത്തിൽ പങ്കെടുക്കാൻ അച്ഛന് വരാൻ കഴിഞ്ഞില്ല. ബിസിനസ്സെല്ലാം കൈവിട്ടു പോയിരുന്നു. എല്ലാം വിശ്വസിച്ചേൽപ്പിച്ച പാർട്ണർ ചതിച്ചു. വിശ്വസിക്കാൻ അച്ഛന് ബുദ്ധിമുട്ടായിരുന്നു. കൂടെപ്പിറപ്പായി കണ്ടവൻ വലിയൊരു തുക അച്ഛന് ബാധ്യത ഉണ്ടാക്കി വെച്ചു എന്ന്. നാട്ടിലുള്ളത് വിൽക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രം നാട്ടിൽ വന്നപ്പോഴാണ് വീണ അവൾക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞത്. നാട്ടിൽ ഗായത്രിയുടെ അച്ഛനുമായി തുടങ്ങിയ സ്ഥാപനത്തിലേക്ക് വരാൻ അച്ഛൻ അവളോട് പറഞ്ഞു. ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഉള്ളതെല്ലാം വിറ്റ് അച്ഛൻ തിരികെ കൊണ്ടുപോയി. ഞാൻ നാട്ടിൽ നിന്നു. വീണ്ടും അവളെ കണ്ടു, ശ്രീയുടെ വീണയെ. പണ്ടത്തെ ഇഷ്ടം എന്നുണ്ടോ എന്നറിയില്ലായിരുന്നു. ചോദിച്ചപ്പോൾ അവൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞു. വല്ലാതെ അടുത്തു. പേടിയായിരുന്നു ഹരി, എനിക്കവൾ നഷ്ടപ്പെടുമോ എന്ന്. എങ്കിൽ ഞാനില്ല ഹരി, എൻ്റെ സ്വാർത്ഥത. ഒരു താലികെട്ടി എൻ്റേത് മാത്രമാക്കി അവളെ. പിന്നെയും ദുരന്തങ്ങൾ. അച്ഛൻ ജോർദാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വഞ്ചനാകുറ്റം. മനസ്സറിയാത്ത കാര്യത്തിന് എൻ്റെ പേരിൽ പാവം എൻ്റെ അമ്മയുടെ പേര് എല്ലാം കേസെടുത്തു. പെട്ടെന്ന് എനിക്ക് നാട്ടിൽ നിന്നും തിരക്കേണ്ടി വന്നു. വീണ എൻ്റെ ഭാര്യയാണെന്നറിഞ്ഞാൽ അവളെയും പോലീസ് കേസിൽ ഉൾപ്പെടുത്തും എന്ന് ഭയന്ന് ഞാൻ അവളെ ഒരു വിധത്തിലും കോണ്ടാക്റ്റും ചെയ്തില്ല. പക്ഷെ ഞാൻ ഗായത്രിയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു എല്ലാം. ഞാൻ തിരിച്ചു വരും, എനിക്കായി കാത്തിരിക്കണമെന്നും. അതുവരെ എൻ്റെ പെണ്ണ് ബുദ്ധിമുട്ടാതെ കഴിയാനായി ഒരു ബ്ലാങ്ക് ചെക്കും എൻ്റെ അവസാന സമ്പാദ്യം. പക്ഷെ ഗായത്രി ചെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്രേ, ഒന്നുമില്ലാത്ത ഈ ബിഗ് സീറോയെ അവൾക്ക് വേണ്ട എന്ന്. വന്നിട്ടുള്ള പണക്കാരനായുള്ള വിവാഹത്തിന് അവൾ സമ്മതിക്കാൻ പോവാ എന്ന്. തകർന്നു പോയടോ ഞാൻ. എൻ്റെ പെണ്ണങ്ങനെ പറയില്ല എന്ന് തന്നെ വിശ്വസിച്ചു. നല്ലവനായ ഒരു മനുഷ്യൻ തങ്ങളുടെ അവസ്ഥയറിഞ്ഞ് ഞങ്ങളെ ഇറക്കി കേസ് ഒഴിവാക്കി തന്നു. പക്ഷെ അച്ഛൻ അപ്പോഴേക്കും ഞങ്ങളെ വിട്ട് പിരിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഓടി വന്നു എൻ്റെ വീണയെ കാണാൻ. അവളുടെ അമ്മായി പറഞ്ഞു അവൾ ഒരു വലിയ പണക്കാരനെ കല്യാണം കഴിച്ച് പോയി എന്ന്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എവിടെയോ എനിക്കായി ഞാൻ കെട്ടിയ താലി അണിഞ്ഞ് കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് കരുതി. പക്ഷെ ഒടുവിൽ അവളുടെ പ്രിയപ്പെട്ട അമ്മാവൻ അയാളും പറഞ്ഞു അവളുടെ വിവാഹം കഴിഞ്ഞ് പോയ കാര്യം. വെറുത്തുപോയി. അവളെ കൊല്ലാൻ തോന്നിപ്പോയി. പിന്നെ വാശിയായിരുന്നു. ഒറ്റ കൊല്ലം കൊണ്ട് ഞാൻ ചെയ്യാത്ത പണിയില്ല. പഴയതിൻ്റെ ഇരട്ടി ഉണ്ടാക്കി. സാഹചര്യം എനിക്ക് അനുകൂലമായി തിന്നു തന്നു. പിന്നെ അങ്ങോട്ട് അന്വേഷണമായിരുന്നു. അവൾ ഒടുവിൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. കൊല്ലാൻ വന്നതായിരുന്നു ഞാൻ. പക്ഷേ ഹരി, എനിക്ക് എവിടെയോ പിഴച്ചു എന്നൊരു തോന്നൽ. ആ കുഞ്ഞ്, അവനെ കണ്ടതിന് ശേഷം ഉറക്കം കിട്ടുന്നില്ല ഹരി. നിറഞ്ഞ കണ്ണോടെ തൻ്റെ കൈപിടിച്ച് പറയുന്ന ധ്രുവിനെ കണ്ട് ഹരി വല്ലാതെയായി. എനിക്ക് അങ്ങോട്ട് വരാമോ? ഹരിയും ധ്രുവും തിരിഞ്ഞു നോക്കി. ജെനിയാണ്. ധ്രുവ് ഹരിയെ നോക്കി. പറഞ്ഞാൽ കേൾക്കാതെ വന്നതാന്നേ. ഹരിയെ കടുപ്പിച്ചെന്ന് നോക്കി ജെനി ധ്രുവിൻ്റെ അടുത്തേക്ക് വന്നു.
ഞാൻ എല്ലാം കേട്ടു സാർ. പക്ഷേ യാഥാർത്ഥ്യം സാർ അറിയണം. എൻ്റെ പാറു അവൾ നിരപരാധിയാ. സാർ പറഞ്ഞില്ലേ ആ കുഞ്ഞ്, അവനെ കാണുമ്പോഴുള്ള നെഞ്ചെടുപ്പ് രക്തം രക്തത്തെ തിരിച്ചറിയുന്നതാ. ഇനിയെങ്കിലും സാർ എല്ലാം അറിയണം. ജിനി എല്ലാം പറഞ്ഞു തുടങ്ങി. പറഞ്ഞു കഴിഞ്ഞതും ധ്രുവ് ഗായത്രിയെ കൊല്ലാനായി പുറപ്പെട്ടു. ജിനിയും ഹരിയും തടഞ്ഞു. ഇങ്ങോട്ട് തന്ന പണി പോലെ അങ്ങോട്ടും ഒരു പണി കൊടുത്താലോ സാർ? താൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കടോ. ഞങ്ങൾ എന്തിനും റെഡിയാണോ അല്ലേ സാർ? ഹരി ധ്രുവിനെ നോക്കി പറഞ്ഞു. ദേഷ്യം അടങ്ങുന്നില്ലെങ്കിലും ധ്രുവ് സമ്മതിച്ചു. തൻ്റെ കുഞ്ഞിനെ ഓർത്ത് ലോകം മുഴുവൻ പിഴച്ചവളെന്ന് മുദ്ര കുത്തിയിട്ടും തൻ്റെ കുഞ്ഞിനെ ജന്മമേകി തനിക്ക് കാത്തിരിക്കുന്ന തൻ്റെ പെണ്ണിന് വേണ്ടി എല്ലാം സഹിച്ചു. 3 പേരും ചില തീരുമാനങ്ങൾ എടുത്തായിരുന്നു അവിടെ നിന്ന് പിരിഞ്ഞത്. നേരം വൈകിട്ട് കയറി ചെന്ന ജിനിയെയും ഹരിസാറിനെയും നോക്കി അന്തം വിട്ടിരിക്കായിരുന്നു പാറു. കാരണം രാവിലെ ലീവാ, വയ്യ, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു ജെനി. ഇപ്പോൾ ഇതാ ഹരിസാറിൻ്റെ കൂടെ. ഹരി വേഗം പാറുവിനോടൊന്ന് ചിരിച്ച് ക്യാബിനിലേക്ക് പോയി. ഡി, ഇതാണല്ലേ നിന്റെ വയ്യായിക അല്ലേ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നിന്നത് ധ്രുവിൻ്റെ മുന്നിലായിരുന്നു. എന്താ ഇത്, ചന്തയാണോ എന്നും പാർവണിയോട് പറഞ്ഞ് കപട ദേഷ്യം കാട്ടി വേഗം നടന്നു നീങ്ങി. അപ്പുറത്ത് എല്ലാം നിന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഗായത്രി. ധ്രുവ് ഗായത്രിയെ നോക്കി. ഗായു, താൻ പാടോ എന്ന് പറഞ്ഞ് ധ്രുവ് കൂടെ കൂട്ടി. എല്ലാം കൂടെ ആകെ വിളറി കരയാറി നിൽക്കുന്ന പാർവിനെ കൂട്ടി പോകുമ്പോൾ ജിനിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.